ഫിബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. നവംബർ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. ഈ വർഷത്തിന്റെ 11ാമത്തെ മാസത്തേക്ക് നാം വന്നു. നവംബർ 14 തീയതിയാണ് ശിശുദിനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനം നമ്മൾ ആഘോഷിച്ചത്. അതോടൊപ്പം തന്നെ നവംബർ മാസം ക്യാൻസറിന് വേണ്ടിയുള്ള പ്രത്യേക ദിന ക്യാമ്പയിനുകളും പരിപാടികളും ഒക്കെ നടത്താറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നവംബർ മാസം താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ടും ആളുകൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷവും നവംബർ 19 തീയതി അന്താരാഷ്ട്ര പുരുഷ ദിനമായി നാം ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷ ദിനം ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കണക്കനുസരിച്ച് പല പുരുഷന്മാർക്കും നവംബർ 19 പുരുഷ ദിനമാണ് എന്ന് അറിയത്തില്ല. പലപ്പോഴും അത് ഓർമ്മിപ്പിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ടി വരുന്നത്? ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സ്ത്രീകൾ. അവരെ ദേ ആർ വൾണറബിൾ. അപ്പോൾ അതിന് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് അതിന്റെ പിൻപിലുള്ളത് എന്നത്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരെ പറ്റി ചിന്തിക്കാനോ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ പറ്റി പറയുവാനോ ഒന്നുമുള്ള വേദികൾ ഇല്ലായിരുന്നു. ഇവിടെ നവംബർ മാസം 19 തീയതി പുരുഷ ദിനമായി നാം ആചരിക്കുമ്പോൾ 1999 ആദ്യമായിട്ട് ഇത് ആഘോഷിച്ചത്. ഒരു ഹിസ്റ്ററി ടീച്ചറായിരുന്ന, അധ്യാപകനായിരുന്ന ഡോക്ടർ ജെറോം വെസ്റ്റ് ഇൻഡീസിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് ഈ ആൺകുട്ടികളുടെയും പുരുഷന്മാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ദിനം മാറ്റിവെക്കുകയായിരുന്നു. അത് അന്ന് ആഫ്രിക്കൻ മേഖലയിൽ ലഭിക്കുന്ന പിന്തുണ മാത്രമായിരുന്നു. പിന്നീട് അത് സിംഗപ്പൂര്, അതുപോലെ ഇന്ത്യയും, നമ്മുടെ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും UK US ഉൾപ്പെടെ മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുകയുണ്ടായി. ഒരിക്കലും ചിന്തിക്കരുത് പുരുഷന്മാർക്കൊരു ദിനം എന്തിനാണെന്ന് നോക്കി നമ്മൾ ഓർക്കും ഇനി സ്ത്രീകൾക്കൊരു ദിവസം ഉള്ളതുകൊണ്ട് അവരെ തോപ്പിക്കാൻ വേണ്ടിയാണ് ഒരു പുരുഷ ദിനം എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ഈ ദിനം വനിതാ ദിനത്തോട് മത്സരിക്കാനല്ല, മറിച്ച് മൂല്യങ്ങളുടെയും സ്വഭാവത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ പറ്റിയും ഉത്തരവാദിത്വത്തോടു ജീവിതം നയിക്കാൻ ആൺകുട്ടികളെ, പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത. 2023 കണക്കനുസരിച്ച്, അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആനുപാതികമായിട്ടുള്ള റേഷ്യോ നോക്കുമ്പോൾ 2029 മുതൽ 21 മുതൽ അതിങ്ങനെ തുടരുകയാണ്. 1020 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ് ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഉള്ളത്. അത് അർബൻ പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ അത് സ്ത്രീകളുടെ എണ്ണം 995 65 ഒക്കെ ആയിട്ട് കുറയുന്നുണ്ട്. അപ്പം എന്തിനാണ് അങ്ങനെ ഒരു കണക്ക് എന്ന് നമ്മൾ ഓർക്കും. എന്തിനാണ് 20 സ്ത്രീകൾ കൂടുതൽ? ഇന്ത്യയിലെ അല്ല, പൊതുവെ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യത എന്ന് നമ്മൾ ഓർക്കുമ്പോൾ, സ്ത്രീകളുടെ വളർച്ചയിൽ അവരുടെ പ്രസവത്തോടനുബന്ധിച്ച് പലപ്പോഴും അവർക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ 2024 പുരുഷ ദിന പ്രത്യേക തീം, അതിന്റെ പ്രധാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് പോസിറ്റീവ് മെൻസ് റോൾ മോഡൽസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ ഓരോ റോൾ മോഡൽസ് ഉണ്ട്. നമുക്ക് അനുകരിക്കാൻ പറ്റിയ പല ആളുകളുണ്ട്. പുരുഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ തിരിച്ചറിയുന്നത് എന്ന് പല സ്ഥലങ്ങളിലും പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ തിരിച്ചറിയാനുള്ള
പ്രയാസങ്ങളുണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട്. അതായത് മുടി നീട്ടി വളർത്തുന്നത് സ്ത്രീകളാണ്. ഇപ്പൊ മീശ വളർത്തുന്നതും താടി വെക്കുന്നതും അതുപോലെ ജീൻസ് ഇടുന്നതും ബുള്ളറ്റ് ഓടിക്കുന്നതും വലിയ ട്രക്ക് ഓടിക്കുന്നതും ഒക്കെ പുരുഷന്മാരാണ്. അപ്പം സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്നതായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. എന്നാൽ അതിനൊക്കെ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇന്ന് പുരുഷന്മാരുടെ സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് മുൻഗണന നൽകുക എന്നതാണ് ഈ പുരുഷ ദിനത്തോടനുബന്ധിച്ച് നാം ചിന്തിക്കുന്നത്. നമ്മൾ ഓർക്കും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ ആരുമായിട്ട് അധികം ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു കണക്ക് പറയുന്നത്, ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിൽ സൂയിസൈഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നത് സ്ത്രീകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യയിൽ മരിക്കുന്നത് പുരുഷന്മാരാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയും, പുരുഷനെ സംബന്ധിച്ച് അവന് വലിയ വികാരമൊന്നുമില്ല, അവന് അതിനൊന്നും പ്രതികരിക്കുന്നൊന്നുമില്ല, അവന് അങ്ങനെ വലിയ ഇമോഷണലി വളരെ സ്റ്റേബിൾ അല്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എന്നാൽ അത് ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുരുഷന്മാരുടെ സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ ഡിഫറൻസ്, സ്ത്രീകളുമായിട്ടുള്ള വ്യത്യാസങ്ങളും ഇമോഷണൽ ചലഞ്ചസും പിന്നെ അവര് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുരുഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആളുകൾ പറയും, പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന നമ്മളൊക്കെ ആളുകളോട്, എന്താണ് കുട്ടി, ആൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് ആൺകുട്ടികളെയാണ് ആളുകൾ കൂടുതൽ സ്നേഹത്തോടും ലാളനയോടും കൂടെ ഒക്കെ പരിപാലിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക കൺസേൺ ഉണ്ട് പുരുഷന്മാരോട് അല്ലെങ്കിൽ ആൺകുട്ടികളോടുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എങ്കിലും മാതാപിതാക്കളുടെ ആവശ്യത്തിന് ഉപകരിക്കപ്പെടുന്നത് മിക്കവാറും പുരുഷന്മാരായിരിക്കത്തില്ല. അതിൽ 80% അവരുടെ പെൺകുട്ടികൾ തന്നെ ആയിരിക്കുമെന്നാണ് കണക്കും ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ ലോകമെമ്പാടുമുള്ള 90-ലധികം രാജ്യങ്ങൾ ഈ പുരുഷ ദിനത്തിൽ പ്രത്യേക കാര്യങ്ങളെ പറ്റി അവർ ചർച്ച ചെയ്യുന്നു. പുതിയ ക്യാമ്പയിനുകളൊക്കെ അവർ നടത്തുന്നു. അപ്പം സമൂഹത്തിന് ഏറ്റവും നല്ല സംഭാവനകൾ നൽകുന്ന പുരുഷന്മാരെ റോൾ മോഡൽ ആക്കുക എന്നതാണ്. ഹീറോസ് നമുക്കുണ്ട്. ഹീറോ എന്ന് പറയുമ്പോൾ നമ്മൾ പലരെയും നമ്മുടെ നല്ല നടീനടന്മാരോ അതുപോലെ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകിയ ആളുകളെയൊക്കെ നമ്മൾ ഹീറോ വർഷിപ്പേഴ്സ്, നമ്മൾ അവരെയൊക്കെ ആദരിക്കാറുണ്ട്, അവരെ ആരാധിക്കാറുണ്ട്. ഒരു പക്ഷെങ്കിൽ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഓർക്കാറുണ്ട്. ഇന്നത്തെ ഈ 2024 പുരുഷദിന തീം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് പുരുഷ റോൾ മോഡലുകളെ പറ്റിയാണ്. അതിന്റെ അർത്ഥം പോസിറ്റീവ് അല്ലാത്ത റോൾ മോഡൽസ് ഉണ്ട് എന്നാണ്. ആളുകൾക്ക് കുറെയൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ അവര് അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ പലപ്പോഴും അവരുടെ മൂല്യച്യുതിയിലേക്ക് അവരെ നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു സച്ചിൻ തെണ്ടുൽക്കർ തന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. താൻ 16-ാമത്തെ വയസ്സിലാണല്ലോ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. അന്ന് താൻ ആദ്യം പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ തനിക്ക് പരിക്കേറ്റുവെങ്കിലും വളരെ നല്ല സ്കോർ നേടുവാനിടയായി. താൻ വളർന്നു വന്നപ്പോൾ തന്റെ ഫെയിം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പ്രശസ്തനായ സമയത്ത് പല കമ്പനികളും ഒരുപക്ഷെ തന്നെ സമീപിച്ചു കാണും. പല പരസ്യങ്ങളിൽ അവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആകുവാൻ വേണ്ടി. സച്ചിനും പല അഡ്വർടൈസ്മെന്റിൽ ബ്രാൻഡ് അംബാസഡർ ആകുന്നത് നമുക്കറിയാം. പല പരസ്യങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല സച്ചിൻ എന്തെങ്കിലും ഒരു ലിക്വറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡിക്ഷൻ സംബന്ധിച്ചുള്ള ഗെയിമിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സിഗരറ്റോ അങ്ങനെ സ്മോക്കിംഗ് പ്രോഡക്റ്റുകളോ മറ്റ് സമൂഹത്തിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ തെറ്റായി സ്വാധീനിക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കുന്ന
യാതൊരു പ്രോഡക്റ്റും സച്ചിൻ എന്ത് ചെയ്യത്തില്ല, അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുന്നില്ല. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും കുറവുകളും അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഉള്ള നല്ല റോൾ മോഡൽസിനെ നമ്മൾ കാണുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പലപ്പോഴും എങ്ങനെയാണ് ഈ നമ്മുടെ വരും തലമുറയ്ക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പുരുഷ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ചിന്തയ്ക്ക് അനുവിധമാണ് എന്ന് നാം മറന്നു പോകരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും വളരെ വ്യത്യാസമുണ്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും. അതിന് പ്രധാന ഒരു കാര്യം, സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും പലപ്പോഴും പല സ്ഥലങ്ങളിലും പുരുഷന്മാരെക്കാട്ടിലും വളരെ കുറവാണ് സ്ത്രീകളുടെ എണ്ണമെന്ന് അതിശയിപ്പിക്കുന്ന കണക്കുകളാണ് ചിലപ്പോഴെങ്കിലും വരുന്നത്. അതിന് കാരണമായിട്ടുള്ളത് അവര് സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നറിയുമ്പോൾ പല സ്ഥലങ്ങളിലും അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നൊരു കണക്ക്, ചില സ്ഥലങ്ങളിൽ പോലും നമ്മുടെ ചില പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ അവർക്ക് പെണ്ണ് കിട്ടാതെ പോകുന്നു എന്നൊക്കെയുള്ള പുതിയ കണക്കുകളും കണ്ടെത്തലുകളുമാണ് നാം കാണുന്നത്. ഈ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്? ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പുരുഷന്മാരുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകളെക്കാളിലും അധികായക അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട്, അവർക്ക് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിലുപരിയായിട്ട് അവരുടെ മാനസിക ആരോഗ്യം കൂടെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2024 ഒരു കാര്യം പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തെ പറ്റി നാം പഠിക്കുമ്പോൾ 0 മെയിൽ സൂയിസൈഡ് റേറ്റ്, ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ പല കണക്കുകളും പറയുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ്. സ്ത്രീകളാണ് മുമ്പേ പറഞ്ഞതുപോലെ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിലും പുരുഷന്മാരാണ് കൂടുതൽ ആത്മഹത്യയിൽ മരിക്കുന്നത് എന്നുള്ള കണക്ക് നമ്മളെ വളരെ ശ്രദ്ധേയമാക്കുന്നു. പുരുഷന്മാർക്ക് വേണ്ട മാനസിക ആരോഗ്യം അവർക്ക് കൊടുക്കേണ്ടത്, ബലം, സപ്പോർട്ട് കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പുരുഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മെൻസ് ഡേയിൽ നമ്മൾ കാണുന്ന പോസ്റ്ററുകളൊക്കെ മേൽ മീശയുടെ ഒരു ചിത്രമായിരിക്കും. മീശ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ അതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മീശ വിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് അവരുടെ അഭിമാനത്തിന്റെ ഒരു ഘടകമാണ്. പല രാജ്യങ്ങളും മുമ്പേ പറഞ്ഞ പോലെ ഈ പുരുഷ ദിനം ആചരിക്കുന്നുവെങ്കിലും സമൂഹത്തിൽ വളരെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ട്. ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ഇമോഷണൽ സപ്പോർട്ട് അവരുടെ ഇന്ത്യയിൽ മാത്രമല്ല പല മറ്റ് രാജ്യങ്ങളിലുമൊക്കെ സ്ത്രീകളെക്കാൾ 3 മടങ്ങ് ആത്മഹത്യ നിരക്ക് കൂടുതലുള്ളത് പുരുഷന്മാരാണ് എന്ന് പറയുന്നു. അത് ഇമോഷണൽ സപ്പോർട്ട് ചാരിറ്റി ഒരു ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് അത് അങ്ങനെയാണ്. രാജ്യത്തെ പുരുഷന്മാർക്കെതിരായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ട്. അപ്പൊ അതിനൊക്കെ എതിരായിട്ടാണ് ഈ ഒരു സമയം അവരെ ശരിക്കും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനൊക്കെ ഒരു വേദിയായി തീരാറുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്, അവർക്ക് സൈക്കോളജിക്കലി അവർ ചിന്തിക്കുന്നതെല്ലാം ഒരുപോലെയാണോ, അവർക്ക് ഒരുപോലെ ചിന്തിക്കാൻ കഴിയുമോ എന്നതൊരു വളരെ ചിന്തയമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷനും സ്ത്രീയും തമ്മിൽ ശരീര ഘടനയിൽ അല്ലെങ്കിൽ അവരുടെ ശരീര പ്രകൃതിയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിനും മാനസിക നിലയിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനുമായിട്ട് സൈക്കോളജിക്കലി വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇത് ജന്മനാ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, സ്ത്രീക്കും പുരുഷനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ കൂടുതൽ മിടുക്ക് പുരുഷന്മാരെക്കാളും പെട്ടെന്ന് സ്ത്രീകൾക്കാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. കാരണം
തലച്ചോറിന്റെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം. സ്ത്രീകൾ കൂടുതലാണ്. അതിന്റെ വലിയൊരു ഭാഗവും അത് പുരുഷന്മാരെക്കാൾ തലച്ചോറിൽ സൊല്യൂഷൻ ഫോക്കസ് ആയിട്ടുള്ള കാര്യം കൂടുതൽ സ്ത്രീകൾക്കാണ് എന്നാണ് സയൻസ് പറയുന്നത്. സ്ത്രീയും പുരുഷനും വളരെ യുക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നെങ്കിലും കൂടുതൽ മിടുക്ക് പല കാര്യങ്ങളിലും സ്ത്രീയെക്കാട്ടിലും പുരുഷനാണ് എന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. സ്ത്രീകൾ പലപ്പോഴും വൈകാരികമായിട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. അതേസമയം പുരുഷൻ കരഞ്ഞാൽ ആളുകൾ പറയും, നീ എന്താ പെണ്ണുങ്ങളെ പോലെ കരയുന്നേ, അല്ലെങ്കിൽ നീ എന്താ പെൺകുട്ടിയെ പോലെ കരയുന്നേ, നീ എന്താ ഒരാണല്ലേ, നിനക്ക് കരയാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പുരുഷന്മാർ കരയാൻ പാടില്ല, സമൂഹത്തിൽ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ പറയാം, അവർ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ അറിയണം എന്നാണ് ഈ ഒരു ചിന്തയിൽ അവരെ പറയുന്നതെങ്കിലും സ്ത്രീക്കും പുരുഷനും വേദന സഹിക്കാൻ ഉള്ള കഴിവ് വ്യത്യസ്തമാണെങ്കിലും അതിൽ കൂടുതൽ വേദനകൾ സഹിക്കാൻ, പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ള കരുത്ത് പുരുഷന്മാർക്കാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ആളുകളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ചില പ്രശ്നങ്ങളിൽ തകർന്നു പോകുന്നതും, മുമ്പേ പറഞ്ഞതുപോലെയുള്ള സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ, ഡിപ്രഷനിലേക്കും ഒക്കെ ആളുകൾ പോകുന്നത് അവർക്ക് തുറന്നു പറയാനുള്ള മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള പല കാര്യങ്ങളും ആണ് പുരുഷന്മാരെ കൂടുതൽ വേദന ഉള്ളിൽ കടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അല്ലെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റ് വേദനയെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾക്കാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേദന സഹിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകൾ മക്കളെ പ്രസവിക്കുമ്പോൾ ആ വേദന അവർ സഹിക്കുന്നു, ആ വേദന അവർ വഹിക്കുന്നു. അപ്പം പുരുഷന്മാരെക്കാട്ടിലും ചില സാഹചര്യങ്ങളിൽ അവര് വേദന സഹിക്കാൻ തയ്യാറാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സ്ത്രീയും പുരുഷനും വൈകാരികമായിട്ടുള്ള സംഭവങ്ങൾ ഓർത്തിരിക്കുന്നത്, ഞാനങ്ങ് മറക്കും, പക്ഷെ ഓർക്കത്തില്ല, ഞാൻ മറക്കും കേട്ടോ, ഞാൻ ഓർക്കത്തില്ല, ഞാൻ മറക്കും, അല്ലെ മറക്കത്തില്ല, ഞാൻ ഓർക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവരുടെ ഇമോഷണൽ ഇവന്റ്സ്, അവർ ഓർത്തിരിക്കുന്ന പല വൈകാരികങ്ങളായിട്ടുള്ള പല സംഭവങ്ങളും ഓർത്തിരിക്കുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, മനുഷ്യ നിങ്ങൾ അന്ന് ആ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, അല്ലെ അന്ന് ചെയ്തത് ഓർക്കുന്നുണ്ടോ. അപ്പം സൈക്കോളജിക്കലി ഉള്ള ഡിഫറൻസ് പറയുന്നത് സ്ത്രീകളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതുകൊണ്ടാണ് അവരിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ, ആ വേദന വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഓർത്തിരിക്കുന്നത് എന്നാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളെ നിലനിർത്താൻ, അല്ലെങ്കിൽ അതിനെ കുറെ നാളുകൾ കൂടെ നിലനിർത്തുന്നത് സ്ത്രീക്കും പുരുഷനും ആർക്കാണ് കഴിവെന്ന് ചോദിച്ചാൽ അത് ഉത്തരം സ്ത്രീകൾക്ക് തന്നെയാണ്. പലപ്പോഴും ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് നിർത്താനാണ് പുരുഷന്മാർ ശ്രമിക്കുന്നവർ. പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു, പെട്ടെന്ന് അത് ഒരു ഒറ്റ ദേഷ്യത്തിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ പുരുഷന്മാര് ബന്ധങ്ങളിൽ പല ബന്ധങ്ങളും നിലനിർത്താൻ കഴിയാതെ പോകുന്നു എന്നാണ് അവരുടെ സൈക്കോളജി പറയുന്നത്. ഒരുപക്ഷെ പുതിയ ബന്ധങ്ങളെ സ്ഥാപിക്കാൻ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് കൂടുതൽ സമയമെടുക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. അവർക്ക് വിത്തിൻ സെക്കൻഡ്സ് അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. 100% അല്ല എങ്കിൽ പോലും പുരുഷന്മാരെക്കാൾ കൂടുതൽ ദേഷ്യം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുന്നു. എന്നാൽ പല സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ, പെട്ടെന്ന് കരഞ്ഞിട്ട് അങ്ങ് ചിരിക്കാൻ അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നു എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ഓർത്തു നോക്കിയേ, അപ്പന് ദേഷ്യം വന്നത്, ചേട്ടന് ദേഷ്യം വന്നത്, പെട്ടെന്ന് ദേഷ്യം വന്നത് അവർക്ക് കരയും കടലും ചൂട് പിടിക്കുന്നതല്ല. മണ്ണ് വളരെ സാവധാനമേ ചൂട് പിടിക്കത്തുള്ളൂ, എന്നാൽ അത് തണുക്കാൻ വളരെ സമയമെടുക്കും. വെള്ളം പെട്ടെന്ന് ചൂട് പിടിക്കും, പെട്ടെന്ന് തണുക്കും. പുരുഷന്മാർക്ക് അവര് ചൂടായാൽ, അവർക്ക് ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ വളരെ പാടാണ്. സ്ത്രീയും പുരുഷനും മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതും അത് പുതിയ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യുവാൻ വേണ്ടി, പുതിയ കാര്യങ്ങളെ അംഗീകരിക്കാനും അതിനോട് പ്രതികരിക്കാനും ഏറ്റവും ചേർന്ന് പോകുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് താരതമ്യേന പുരുഷന്മാരെക്കാൾ കുറവാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവർക്ക് പുതിയ സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുവാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. നമ്മൾ മുമ്പേ പറഞ്ഞു, ആളുകൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ, മറക്കാത്ത കാര്യങ്ങൾ. ഇങ്ങനെ ഒരു കണക്ക് ഞാൻ കണ്ടു. മനുഷ്യന്റെ മെമ്മറി ഡൊമൈനിൽ ആർക്കാണ് കൂടുതൽ നന്നായിട്ട് അതിനെ പെർഫോം ചെയ്യാൻ കഴിയുന്നത്? പല കാര്യങ്ങളും പുരുഷനും സ്ത്രീക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഷോർട്ട് ടേം മെമ്മറി, പെട്ടെന്നൊരു കാര്യം മറന്നുപോയി, ഒരു കാര്യം ഓർക്കാതെ, അത് രണ്ടുപേർക്കും ഒരുപോലെയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായം കൂടുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മെമ്മറി ലോസോ മെമ്മറി ഡിക്ലൈനോ ഒക്കെ ഉണ്ടായാൽ അതിനും വ്യത്യാസങ്ങളൊന്നും ഇല്ല. ആളുകളുടെ പേരോർത്തിരിക്കുന്നത് ആരായിരിക്കും? വീട്ടിലെ സഹോദരിമാരായിരിക്കും. ഇന്ന ആളെ പറ്റി അവരുടെ പേരുൾപ്പെടെ ഓർത്തിരിക്കുന്നത്. പുരുഷന്മാർക്കും അതിന് പ്രത്യേക കഴിവുകളുള്ള ആളുകളുണ്ട്, എന്നാൽ കൂടുതലും അവരുടെ പേരുകൾ ഓർത്തിരിക്കുന്നത് സ്ത്രീകളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മുഖം, ഫേസ് ഐഡന്റിഫൈ ചെയ്യുന്നതും വളരെ സ്ത്രീകൾ തന്നെയായിരിക്കും. എന്നാൽ നമ്മുടെ ഒരു സ്ഥലം, ഒരു പ്രത്യേക ലൊക്കേഷൻ, അത് എത്ര ദൂരമുണ്ടെന്ന്, അത് എവിടെയാണെന്ന്, പോയ വഴികൾ, പോകുന്ന വഴികൾ ഒക്കെ ഓർത്തിരിക്കാൻ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് പല കാര്യങ്ങളും ഓർത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ പുരുഷ ദിനവും അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനവും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനവും അമ്മമാർക്ക് വേണ്ടിയും പിതാക്കന്മാർക്ക് വേണ്ടിയും ഒക്കെയുള്ള ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ പ്രശ്നങ്ങളെ പങ്കുവയ്ക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുവാനും വേണ്ടിയാണ്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ ഓരോ മനുഷ്യന്റെ വളർച്ചയിൽ ഏകദേശം 8 ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സമയം നമ്മുടെ മുമ്പിൽ തീരുകയാണ്, എങ്കിൽ പോലും പെട്ടെന്ന് പറയട്ടെ. അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു സമയം, അത് കഴിഞ്ഞ് 9 മാസമാകുന്ന ഇൻഫൻസി ആകുന്നു, അത് കഴിഞ്ഞ് തന്റെ 1 വയസ്സും 2 വയസ്സും ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ടാകുന്നു, പിന്നെ 6 വയസ്സ് വരെയുള്ള അവന്റെ ചൈൽഡ്ഹുഡ്, പിന്നെ അവൻ 9 മുതൽ 13 വയസ്സ് വരെയുള്ള അവന്റെ കൗമാരം, പിന്നെ 14 തൊട്ട് 20 വയസ്സ് വരെയുള്ള ടീനേജ്, പിന്നെ അങ്ങനെ പോകുമ്പോൾ അവൻ മുമ്പോട്ട് 20 വയസ്സിന് മുകളിലോട്ട് പോകുമ്പോൾ അഡൽട്ട്ഹുഡ്, 30 വയസ്സിന് മുകളിൽ പോകുമ്പോൾ അതിന് അവൻ അനുഭവിക്കുന്നതായിട്ടുള്ള അവന്റെ മിഡിൽ ഏജ്, പിന്നെ 60 വയസ്സിന് മുമ്പിൽ ഉള്ളത് ഓൾഡ് ഏജുമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും, അവൻ ജനിക്കുന്നത് മുതൽ, ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഡിഫറെന്റ്, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള റോളുകളായിരിക്കും അവന് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ അപ്പനെയോ അല്ലെങ്കിൽ അവന്റെ ജ്യേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ടീനേജ് ഒക്കെ ആകുമ്പോൾ അവന്റെ ഫ്രണ്ട്സിനെയോ ഒക്കെ അവര് മോഡലുകളാക്കാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ അവരുടെ ജീവിത അവസാനം വരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു കാര്യം ഓർക്കുക, മുമ്പേ പറഞ്ഞതുപോലെ പല നടീനടന്മാരും ആക്ടേഴ്സും വളരെ സ്പോർട്സിലൊക്കെ വളരെ സംഭാവന നൽകിയ നല്ല കളിക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ അവരിൽ പലരും ഇങ്ങനെയുള്ള പല റോൾ മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ
പല കാര്യങ്ങളിലും പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ റോൾ മോഡൽ അല്ല എന്നുള്ളതാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയത് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ല, അവരുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ഇത് മാത്രമല്ല, അതിലുപരിയായിട്ട് അവരെ ഫോളോ ചെയ്യുന്നവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങൾ, അവർ നടക്കുന്ന കാര്യങ്ങൾ, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അവർ സമൂഹത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ നവംബർ മാസം 19 തീയതിയിൽ അന്താരാഷ്ട്ര പുരുഷ ദിനമായി നാം ആചരിക്കുമ്പോൾ നല്ല മാതൃകയുള്ള ആളുകൾ, നമുക്ക് ശരിക്കും അവരെ നമുക്ക് മാതൃകയുള്ളവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫീബ ഓൺലൈൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും, എല്ലാ പുരുഷന്മാർക്കും ഒരു പുരുഷ ദിന ആശംസകളും ഫീബ ഓൺലൈൻ്റെ പേരിൽ അറിയിക്കുന്നു. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9882221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുക. ഈ ദിനം പുരുഷന്മാരുടെ മൂല്യങ്ങളും സ്വഭാവങ്ങളും അവരുടെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഓർമ്മിപ്പിച്ച് നല്ല ജീവിതം നയിക്കുവാൻ ആൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിനമായി മാറട്ടെ. താങ്ക് യു.